ഞാൻ നാൻസി. ഞാൻ നീനു. വെൽക്കം ടു നീനുസ് ഡയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡ് വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ചാനലിൽ ആദ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തന്നെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് ചെടികൾ നമ്മൾ ക്രമീകരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ചെടികൾ ക്രമീകരിച്ച് വെക്കുമ്പം ബേബി പ്ലാന്റ്, മീഡിയം പ്ലാന്റ്, ഫ്ലവറിങ് പ്ലാന്റ്, അതുപോലെ തന്നെ അസുഖങ്ങളുള്ള സിക്ക് പ്ലാന്റുകൾ എന്നിവ ഓരോരോ സെപ്പറേറ്റ് സെക്ഷനായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. ഇത് ഞാൻ കൂടുതൽ ചെടികളുള്ളവരെ പറ്റിയാണ് പറയുന്നത്. കുറച്ച് ചെടികളുള്ളവർക്കാണെങ്കിൽ അകലം പാലിച്ച് വെച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഓർക്കിഡ് പ്ലാന്റ്സ് അതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണമെന്ന് പറയാനുള്ള മെയിൻ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെച്യൂർ ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാന്റ്സിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പം അതേ കോൺസെൻട്രേഷനിൽ തന്നെ നമ്മുടെ ബേബി പ്ലാന്റിൽ വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ബേബി പ്ലാന്റിൻ്റെ ലീവ്സ് പെട്ടെന്ന് മഞ്ഞളിച്ച് പോകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ചില സമയത്ത് ബേബി പ്ലാന്റ് തന്നെ നശിച്ചു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും ഓരോ സെക്ഷനായിട്ട് വെക്കുന്നത്. ചെറിയ പ്ലാന്റുകളും വലിയ പ്ലാന്റുകളും, അതായത് മച്യൂർ പ്ലാന്റും ബേബി പ്ലാന്റും ഒന്നിച്ച് വെച്ച് കഴിഞ്ഞാൽ മച്യൂർ പ്ലാന്റ് നമ്മളിടയ്ക്ക് ഫ്ലവറിങ്ങിനുള്ള ഹോർമോൺ അടിച്ചു കൊടുക്കാറില്ലേ. അപ്പോൾ അത് ഈ ചെറിയ പ്ലാന്റുകളുടെ മേളിൽ വീണ് കഴിഞ്ഞാൽ അതുങ്ങൾക്ക് പൂവുണ്ടാകാൻ ഒത്തിരി താമസിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുരുട്ട് പിടിക്കുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കുരുട്ട് പിടിച്ച് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫെർട്ടിലൈസറൊക്കെ അടിച്ചു കൊടുക്കുമ്പം കീക്കീസിനും അതുപോലെ മെച്ചോ പ്ലാന്റിനും ഒക്കെ ഓരോ ഡൈല്യൂഷനിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് എന്തോരം ഡൈല്യൂഷനൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓരോ ദിവസവും നമ്മൾ ചെടികളുടെ ഇലകൾ നന്നായിട്ട് നോക്കണം. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ചെടിയിൽ ഒരു ചെറിയ കേട് വന്നിട്ടുണ്ട്. അത് ഫംഗസ് ഇൻഫെക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണോ അതോ പിന്നെ പ്രാണികൾ വല്ലതും കരണ്ടിട്ടാണോ അതങ്ങനെ വന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെടികളെ നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് മാറ്റി വെക്കണം. എല്ലാ ദിവസവും നമ്മൾ പിന്നെ ഈ ചെടികളെ എല്ലാം ഒന്ന് അതിൻ്റെ ഇലയും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ എങ്ങനെയാണെന്നുള്ള ഓരോന്നിനും ഇൻഡിവിജ്വലായിട്ട് നമ്മളൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അന്നേരം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, ഒരു ഇല മഞ്ഞച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ കാണുന്നതിന് പതുക്കെ നമ്മൾ അതിനെ എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ആ ഇല നമ്മൾ കട്ട് ചെയ്ത് നീക്കണം. ഒരു നല്ല മൂർച്ചയുള്ള ബ്ലേഡ് വേണമെങ്കിലും വെച്ച്. അല്ലെങ്കിൽ ആ അസുഖം മറ്റു ഭാഗത്തേക്കും പിടിക്കും. അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന ചെടികൾക്കും പകരാൻ സാധ്യതയുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചെടികളെ അത് മൊത്തത്തോടെ ഒരു ICU കെയർ ഉണ്ട് എനിക്ക്, തമാശ പറഞ്ഞ കേട്ടോ, അങ്ങനെ മാറ്റി വെക്കും. എന്നിട്ട് അതുങ്ങൾക്ക് പ്രത്യേക പരിചരണം കൊടുക്കും. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഈ ചെടിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പോട്ടിംഗ് മിക്സിനകത്ത് കണ്ടോ വൈറ്റ് പൂപ്പൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ പോട്ടിംഗ് മിക്സ് മൊത്തമായിട്ട് മാറ്റിയിട്ട് ഈ ചെടിയെ മാറ്റി കുഴിച്ചിടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അങ്ങനെ കാണുന്നത് മാറ്റി കുഴിച്ച് വെക്കണം. പിന്നെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞു ഒരു ചെടിക്ക് അസുഖം ഉണ്ടെങ്കിൽ വേറൊരു ചെടി അത് കണ്ടുപിടിച്ച് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അരികത്തുള്ള ചെടിക്കും അത് പകരുമെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഇല ചീഞ്ഞ് തുടങ്ങി കണ്ടോ, ആ ഇല ചീഞ്ഞ് തീരാറായി. അതേ മുട്ടിയിരുന്ന ഈ ചെടിയുടെ ഇലയ്ക്കും കണ്ടോ അതും ചീഞ്ഞു പോകുന്നുണ്ടോ. അപ്പോൾ അത് പകരുന്ന അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചെടികളെ മാറ്റി മാറ്റി സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. അതിന് ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അധികം വെള്ളം കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇത് കണ്ടോ, ഇത് പിന്നെ മൊക്കാറയുടെ തൈകളാണ്, ഫെനലോപ്സിസിൻ്റെ തൈകൾ, ഡെൻഡ്രോബിയ, അങ്ങനത്തെ ഓരോന്നിൻ്റെയും തൈകൾ തന്നെയായിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോന്നിനും ഓരോ ഡൈല്യൂഷൻ ആയിരിക്കും. തൈകൾക്കും വലിയ പ്ലാന്റുകൾക്കും ഫ്ലവറിങ് പ്ലാന്റുകൾക്കും വേറെ ഫ്ലവറിങ് ബൂസ്റ്ററൊക്കെ അടിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ഇനി നമ്മൾ സ്പേസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യുമ്പം ഒരു പ്ലാന്റ് വേറൊരു പ്ലാന്റിനെ മുട്ടാതെ ഇച്ചിരി ഒരു സ്പേസ് കൊടുത്ത് വേണം നമ്മൾ ഹാങ് ചെയ്യാൻ. ഹാങ് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ, നമ്മൾ കീക്കീസ് ആണെങ്കിലും നമ്മൾ ട്രേയിൽ വെക്കുമ്പം ഒരു പ്ലാന്റ് വേറൊരു പ്ലാന്റിൽ മുട്ടാതെ വേണം നമ്മൾ വെക്കാൻ. നമ്മൾ കുറച്ച് മുമ്പ് തന്നെ നമ്മളൊരു ഫോൾട്ട് കണ്ടു അല്ലേ, ഒരു പ്ലാന്റിൻ്റെ ഇല വേറൊരു പ്ലാന്റിൽ മുട്ടിയിട്ട് ഒരു പ്ലാന്റിലുണ്ടായിരുന്ന ഒരു ഇൻഫെക്ഷൻ വേറൊരു പ്ലാന്റിലോട്ട് പടർന്നതായിട്ട് കണ്ടു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ് വെച്ചിട്ട് നമ്മൾ പ്ലാന്റ്സിനെ എപ്പോഴും അറേഞ്ച് ചെയ്ത് വെക്കുക.
ഇങ്ങനെ നമ്മൾ പ്ലാന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റിൻ്റെ ഇൻഫെക്ഷൻ വേറൊരു പ്ലാന്റിലോട്ട് പടരുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം മഴക്കാലത്ത് ഞാൻ ചെയ്യുന്ന ഓർക്കിഡിനുള്ള ഫ്ലവറിങ്ങിനുള്ള ഹോർമോണാണിത്. അതിൻ്റെ ഇതുണ്ടോ NPK 13-27-27. അത് ഞാൻ ഒരു 5 ലിറ്ററിൻ്റെ അതിപ്പം ഇത് കാണിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഡയറക്റ്റായിട്ട് ഈ സ്പ്രേയിങ് ക്യാനിനകത്തോട്ട് ഇടും. ഇങ്ങനെ കൊണ്ട് ഈ സ്പ്രേയിങ് ക്യാനിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടിയും പോകും. പിന്നെ ഈ സ്പ്രേ ക്യാനിൻ്റെ അടിയിലായിട്ട് പിന്നെ ഇത് കിടക്കും നല്ലപോലെ ഇളകാതെ. അപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് 5 ഗ്രാമാണ് ഇത്. അത് ഞാനൊരു ഗ്ലാസ്സിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം നന്നായി അടച്ചു വെച്ചതിന് ശേഷം ഒരു സ്വല്പം വെള്ളം അതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉണ്ടോ? നന്നായിട്ട് ഇളക്കണം. ഇതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അടിയിൽ? ഇങ്ങനെ നമ്മൾ ക്യാനിനകത്തോട്ട് സ്പ്രേ ക്യാനിനകത്തോട്ട് ഡയറക്റ്റ് ഇട്ട് വെച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ തരികളെല്ലാം അടിയിൽ കിടക്കും. എന്നിട്ട് ആ സ്പ്രേ ചെയ്യുന്നതിൻ്റെ ട്യൂബ് ഏറ്റവും അടിയിൽ ചെന്ന് മുട്ടി കഴിയുമ്പോൾ ആദ്യമേ വരുന്നത് ഈ തരികളായിട്ടുള്ള കൂടുതലായിട്ടുള്ള പിന്നെ ലിക്വിഡായിരിക്കും. അന്നേരം അത് ആദ്യം വീഴുന്ന ചെടികൾക്കെല്ലാം ദോഷം ചെയ്യുകയുള്ളൂ, കൂടുതൽ കട്ടി കൂടുതലായത് കാരണം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ക്യാനിനകത്തോട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് യോജിപ്പിക്കുക. നേരം ഞാൻ ഇളക്കിയിട്ടും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അതിൻ്റെ അടിയിൽ കണ്ടോ തരികളായിട്ട് കിടക്കുന്നത് കണ്ടോ? കാണിച്ചു തരാം. ഇത് കണ്ടോ തരികളായിട്ട്. അപ്പം അതാണ് നമുക്ക് ഓർക്കിഡിന് നമ്മൾ കൊണ്ടുപോയി തളിക്കുമ്പം ദോഷം വരുന്ന ഇത്. ചിലർ പറയാറുണ്ട് ഇങ്ങനെ ഇത് തളിച്ചിട്ട് ഇലയിൽ വീണിട്ട് ഇല പൊള്ളി പോലെ ആയി പോകുന്നു എന്നൊക്കെ. അപ്പം ഞാൻ നോക്കാറുണ്ട്. ഞാൻ ആലോചിക്കും ഇതെന്താ അങ്ങനെ പൊള്ളി പോലെ എൻ്റെ ഒന്നും വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഇതാണ് സംഭവം. ചില സമയത്ത് ഞാനും ഇത് ചെയ്യാറുണ്ട് കേട്ടോ. ക്യാനിനകത്തോട്ട് ഡയറക്റ്റായിട്ട് ഇട്ടിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ട് നേരത്തെ. അത് കഴിഞ്ഞ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഇടുന്നത് അപാകതയാണ്. അപ്പോൾ ഇങ്ങനെ മുഴുവൻ അലുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു ക്യാനിനകത്തേക്ക് ഒഴിക്കുകയാണ്. 5 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു. അത് മുഴുവനായിട്ട് ചേർത്ത് കണ്ടോ. അപ്പോൾ അതിനകത്ത് തരികളായിട്ടൊന്നുമില്ല. ഉള്ള തരി ഇതിനകത്ത് കിടപ്പുണ്ട് കുറച്ച്. എന്നിട്ട് ഞാൻ ഈ ക്യാൻ എടുത്ത് നന്നായിട്ട് കുലുക്കും. കുലുക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ പോകുന്നത്. ക്യാനിനകത്തേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അടിയിൽ തയ്യോ അങ്ങനത്തെ ഒരു കാര്യവും വരികയില്ല. നല്ല നീറ്റായിട്ടുള്ള ലിക്വിഡ് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്യാം. ഉണ്ടോ ഞാൻ പിന്നെ ഇങ്ങനെ 2 ക്യാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻവേർട്ടറിൻ്റെ ബാറ്ററിക്ക് ബാറ്ററി വാട്ടർ മേടിക്കുന്ന ക്യാൻ 5 ലിറ്ററിൻ്റെ. അപ്പോൾ എനിക്ക് എളുപ്പമുണ്ട് ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഒരെണ്ണത്തിനകത്ത് ഫ്ലവറിങ്, ഒരെണ്ണത്തിനകത്ത് ഗ്രോത്തിൻ്റേതും മിക്സ് ചെയ്ത് വെക്കും. 5 ലിറ്റർ വെള്ളമാണ്. 5 ലിറ്ററിനകത്ത് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ടിട്ട് 5 ഗ്രാം ഫുള്ള് ഇട്ടിട്ട് നല്ലതായിട്ട് ഷേക്ക് ചെയ്ത് അത് മിക്സ് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇട്ടിട്ട് ആവശ്യത്തിന് ഈ സ്പ്രേക്കകത്ത് അതിൽ ഞാൻ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരെണ്ണത്തെ ഗ്രോത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒരെണ്ണത്തെ ഫ്ലവറിങ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഗ്രോത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം ഫ്ലവറിങ് കൊടുക്കും. അതായത് മച്ചുവർ പ്ലാന്റിന്. അതേസമയം ബേബി പ്ലാന്റിന് പിന്നെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം തീരെ ഡൈല്യൂട്ടായിട്ട് ഞാൻ ഈ ഗ്രോത്തിൻ്റെ ഇത് അടിച്ചു കൊടുക്കും. അത് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഞാനിപ്പം ചെറിയ ചെടികൾക്ക് എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുക്കാലോളം ഇതെടുക്കും. അതിനുശേഷം ഒരു 1/2 ലിറ്ററോളം വെള്ളം ഇതിനകത്ത് ചേർക്കും. അപ്പം ഡൈല്യൂട്ടായി. അല്ലാതെ ചെറിയ ചെടിക്കും വേറെ വലിയ ചെടിക്ക് വേറെ അങ്ങനെ മിക്സ് ചെയ്ത് നോക്കി വെക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. എന്നിട്ട് ഇത് ചെറിയ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വലിയ ചെടികൾക്ക് അതേസമയം ഈ ക്യാനിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ പരുവത്തിൽ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കീക്കീസിനുള്ള നമ്മുടെ ഫെർട്ടിലൈസറിൻ്റെ ഡൈല്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്രോത്ത് ഹോർമോൺസാണ് നമ്മൾ അടിച്ചു കൊടുക്കാറ്. എല്ലാ 3 ദിവസം കൂടുമ്പോഴും നമ്മളിത് അടിച്ചു കൊടുക്കാറുണ്ട്. ഇത് നല്ലപോലെ ഡൈല്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ വളരെയധികം നല്ലതാണ്. അപ്പം പ്ലാന്റ്സിന് ഒരു കേടും വരത്തില്ല. എന്നാൽ അതിൻ്റെ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും. അപ്പം നമ്മൾ ഗ്രോത്ത് ഹോർമോൺസ് മാത്രമാണ് നമ്മുടെ കീക്കീസിനായിട്ട് അടിച്ചു കൊടുക്കാറ്.
മെച്ചോ പ്ലാന്റ്സിന് നമ്മൾ ഗ്രോത്ത് ഹോർമോണും അതുപോലെ തന്നെ നമ്മൾ ഫ്ലവറിങ് ബൂസ്റ്റേഴ്സും അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ അടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഫ്ലവറിങ്ങിനുള്ള ഹോർമോൺസാണ് അടിച്ചു കൊടുക്കാറ്. അപ്പോൾ അതിൻ്റെ ഡൈല്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 ഗ്രാം 5 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കാറ് കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഡൗട്ടാണ്, ആൾക്കാർ സംശയം ചോദിക്കുന്നതാണ്, നമ്മുടെ ചെറിയ പ്ലാന്റ്സിന് ഫ്ലവറിങ്ങിനുള്ള ഹോർമോൺ അടിച്ചു പക്ഷേ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്നില്ലെന്ന്. അപ്പോൾ ഒരിക്കലും നമ്മുടെ മെച്യൂർ അല്ലാത്ത പ്ലാന്റ്, അതായത് ഒരു 10 മന്ത്സ് അല്ലെങ്കിൽ 9 to 10 മന്ത്സ് ആവാത്ത പ്ലാന്റ്സിന് ഒരിക്കലും നമ്മൾ ഫ്ലവറിങ്ങിനുള്ള ഹോർമോൺസ് അടിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സിൻ്റെ വളർച്ച മുരടിക്കുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും പിന്നെ അത് ഫ്ലവർ ചെയ്യത്തില്ല. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയ പ്ലാന്റ്സിന് എപ്പോഴും നമ്മൾ ഗ്രോത്ത് ഹോർമോൺ മാത്രം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ അടിച്ചു കൊടുക്കേണ്ട, ചെറിയ പ്ലാന്റ്സിന് അടിച്ചു കൊടുക്കേണ്ട ഡൈല്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് 3 ദിവസം കൂടുമ്പോൾ നമ്മൾ അടിച്ചു കൊടുത്താൽ മതിയാവും. അതൊരു 9 to 10 മന്ത്സ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ബൂസ്റ്ററും അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് ജമ്പ് എന്ന് പറഞ്ഞൊരു സാധനം. ഇത്രയും ചെറിയൊരു പാക്കറ്റിനകത്താണ് കിട്ടുന്നത്. ഇതിന് 70-65 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നത്. അത് വളം മേടിക്കുന്ന കടയിൽ നിന്ന് കിട്ടും. ഇതിപ്പോൾ ഞാൻ പിന്നെ ഓർക്കിഡിന് സ്പ്രേ ചെയ്തൊന്നും കൊടുക്കില്ല. ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഓർക്കിഡിനകത്ത് ഉറുമ്പ് കയറുകയാണെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതുണ്ടോ, ഉറുമ്പുള്ള സ്ഥലത്ത് നമ്മൾ ഓർക്കിഡിൻ്റെ ഞാൻ ഓർക്കിഡ് തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ ചട്ടിക്കകത്തൊക്കെ ഇരിക്കുന്ന ഓർക്കിഡിൻ്റെ സൈഡിൽ ഇതുപോലെ ജമ്പ് ഒരു ശകലം വെള്ളത്തിനകത്ത് കലക്കിയിട്ട് ഞാനൊരു കോട്ടൺ എടുത്തിരിക്കുക, ഒരു ടിഷ്യൂ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ മുക്കിയിട്ട് കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഇതുണ്ടോ, ഈ ഓർക്കിഡിൻ്റെ മുകളിലുള്ള കമ്പി, തൂക്കിയിടുന്ന കമ്പിയെ കൂടി ഇങ്ങനെ ഉറുമ്പ് നടക്കുകയാണേ. അപ്പം ഞാനത് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കും. ഇത്രയും ചെയ്ത് കൊടുത്താൽ മതി. ആ ഉറുമ്പുകൾ നാളെ നോക്കുമ്പോൾ ഒരെണ്ണം പോലും കാണുകയില്ല, എല്ലാം എവിടെയെങ്കിലും പൊക്കോളും. അല്ലാതെ ഓർക്കിഡയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. ഓർക്കിഡ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓർക്കിഡിന് അത് കേടാണ്. ഞാൻ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. ഞാൻ പിന്നെ ഒരു പ്രാവശ്യം ഓർക്കിഡിന് നിറച്ച് ഉറുമ്പ് ഇങ്ങനെ നടക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഇതെടുത്ത് സ്പ്രേ ചെയ്തു. ഉണ്ടായിരുന്ന പൂവെല്ലാം പൊഴിഞ്ഞു പോയി. ഓർക്കിഡ് കേടായി പോയില്ല, ആ സമയത്തുണ്ടായിരുന്ന നിറച്ച് പൂവുണ്ടായിരുന്നു, അതെല്ലാം പൊഴിഞ്ഞു പോയി. ഇതുണ്ട്, ഈ ചട്ടിക്കകത്ത് ഉറുമ്പുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ആ ടിഷ്യൂ വെച്ച്, ജമ്പെന്ന് പറഞ്ഞാൽ ഇത് കലക്കി മുക്കിയ ടിഷ്യൂ വെച്ച് ഇതിനകത്ത് ഇങ്ങനെ പുറത്തെല്ലാം ഒന്ന് തൂത്ത് കൊടുക്കും. നന്നായിട്ട് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉറുമ്പ്, അതിൻ്റെ മണം അതിന് കിട്ടുമ്പോൾ ആ ഉറുമ്പ് അതിനകത്തൊന്ന് മുഴുവൻ ഇതിലെങ്കിലും രക്ഷപ്പെട്ടു പൊക്കോളും. ഇനിയിപ്പോൾ ഇതിലേ കൂടെ കയറിയായിരിക്കും രക്ഷപ്പെട്ടു പോകുന്നത്. ചത്ത് കിടക്കുന്ന ഒന്നും കണ്ടിട്ടില്ല, എല്ലാം രക്ഷപ്പെട്ടു പോകും. അങ്ങനെ ഇത് പ്രയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജമ്പ് മേടിക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചട്ടിക്കകത്ത് ഉറുമ്പുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചട്ടി എടുത്ത് ഞാൻ ഒരു ചട്ടിയേക്കാളും കുറച്ചും കൂടെ വലിയൊരു ബേസിനെടുത്തിട്ട് അതിനകത്ത് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇറക്കി വെക്കും. എന്നിട്ട് ഇറക്കി വെച്ച് കഴിയുമ്പം ഉറുമ്പ് മുഴുവനും വെള്ളത്തിനകത്ത് മുങ്ങി ചാമത്ത് പോകാതിരിക്കാണ്ട് ഉറുമ്പ് മുഴുവൻ ഈ വക്കത്തൂടെ ഇറങ്ങി ഇങ്ങനെ വന്നിരിക്കും. അപ്പം ഞാൻ അതിനെ ഒന്ന് തൂത്തങ്ങ് കൊന്നുകളയും. ചെടി മുങ്ങുമല്ലോ, ചെടി മുങ്ങാത്ത രീതിയിൽ ഈ പോട്ടിംഗ് മിക്സ് മുങ്ങിയിരിക്കുകയുള്ളൂ. കൂമ്പിനകത്തോട്ടൊന്നും വെള്ളം കയറുകയില്ലാത്ത പോലെ. അത് ഈ ബേബി പ്ലാന്റുകളൊന്നും അങ്ങനെ ചെയ്യുകയില്ല, വലിയ ചെടികളുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പം പോട്ടിംഗ് മിക്സ് നല്ലപോലെ നനഞ്ഞ് കഴിയുമ്പോൾ കുതിർന്ന് കഴിയുമ്പോഴത്തേക്കിനും ഉറുമ്പുകളെല്ലാം ഇറങ്ങി രക്ഷപ്പെട്ടു പൊക്കോളും. ഈ ചെടികൾ രണ്ടും ഇങ്ങനെ കൂട്ടിമുട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ ഒരു ഇലയ്ക്ക് ഇച്ചിരി കേടുണ്ടായിരുന്നു. ഞാൻ ഓർത്തത് കണ്ടിച്ച് കളഞ്ഞിട്ട് വെക്കണമെന്ന് വിചാരിച്ചു. പിന്നെ അത് നേരം കിട്ടിയില്ല, അതങ്ങ് മറന്നു പോവുകയും ചെയ്തു. അപ്പോൾ ആ ഇലയിൽ ഈ ഇലയിലോട്ടും അസുഖം പടർന്നിരിക്കുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ചെടി കേട് ബാധിച്ച ഭാഗത്തുനിന്ന് അങ്ങ് മുറിച്ച് നീക്കുക ആ ഇല. അതുപോലെ തന്നെ ഇതിൻ്റേതും കേടില്ലാത്ര വരെ മുറിച്ച് നീക്കണം കേട്ടോ. എന്നിട്ട് ഒരു സ്വല്പം സാഫ് എടുത്തിട്ട് ആ മുറിപാടിൽ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ. മുറിപാടി തേച്ച് കൊടുത്തു, വെള്ളമൊന്നും ചേർക്കണ്ട. എന്നിട്ട് ഞാനിത് ഇങ്ങനെ എടുക്കുന്ന സാധനത്തിനെ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ICUവിലേക്ക് കയറ്റും. ICU എന്ന് പറഞ്ഞാൽ തമാശ പറയുന്ന പോലെ ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ ICU എന്നാണ് എപ്പോഴും വരുന്നത്. ഈ കേടായ ചെടികൾക്കൊക്കെ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ കേടാകുന്ന ചെടികൾ മാറ്റി വെക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയി വെക്കും.
അപ്പോൾ ഞാൻ ഇതിനെ അവിടെ കൊണ്ടുപോയി വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ICU കേട്ടോ. ICU എന്ന് പറയുന്നത് ഞാൻ തമാശന് പറയുന്നു പറഞ്ഞില്ലേ, ICU. എൻ്റെ ചെടികൾക്ക് ഡാമേജുള്ള ചെടികൾ ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെ. ഇതുണ്ടോ, ഇതിനെയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതിന് ചെറിയ പുതിയ തൈ വരുന്നുണ്ടോ, മുകളം ഡാമേജ് ആയതായിരുന്നു. ഞാൻ അതിന് സാഫൊക്കെ തേച്ച് വെച്ച് ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് അപ്പം ഇതുണ്ട്, ഇതിന് ഇല മഞ്ഞളിക്കുന്ന രോഗം തുടങ്ങിയിട്ടുണ്ട്, ഫംഗസ് ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ ഇതുണ്ട്, ഇതിനും മഞ്ഞളിപ്പാണ്, ഇതിനും മഞ്ഞളിപ്പാണ്. ഇതിൻ്റെ ഒരു ഇല ഓൾറെഡി ഇതുണ്ടോ കേടായിപ്പോയി, ശ്രദ്ധക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് ചീഞ്ഞുപോയി. കൂമ്പിനേതായാലും കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇതുണ്ടോ സാഫ് എടുത്തിട്ട് ഇലയിൽ നല്ലപോലെ സാഫ് അടിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇൻഫെക്ഷനുള്ള ചെടികൾക്ക് ഒരു കാരണവശാലും ഒരു 2 ആഴ്ചത്തേക്കിന് പിന്നെ വളങ്ങളൊന്നും കൊടുക്കരുത്. അത്യാവശ്യം വേണ്ട വെള്ളം നനച്ച് കൊടുക്കുക, പിന്നെ ഇൻഫെക്ഷനുള്ള മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അത്രമാത്രം മതി കേട്ടോ. പിന്നെ ചെടികളെ ഫ്രീക്വൻ്റായിട്ട് മാറ്റിയും തിരിച്ചും ഒക്കെ വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവയ്ക്ക് സ്വയമേ അതിന് ആവശ്യമായ സൺലൈറ്റ് കിട്ടുന്നിടത്തേക്ക് അത് തിരിഞ്ഞ് വളർച്ച അങ്ങോട്ട് വളർന്നു വരുമ്പം നമ്മൾ ഉടനെ അതിനെ വേറൊരു സ്ഥലത്തേക്ക് തിരിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഒരു സ്ട്രെസ് അതിന് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ വളർച്ചയൊക്കെ അത് ബാധിക്കും. പിന്നെ പെസ്റ്റിസൈഡ് ഇടയ്ക്കൊക്കെ കൊടുക്കുന്നത് നല്ല കാര്യമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 11 മണി, രാവിലെ ഒരു 11 മണിക്കും അതുപോലെ തന്നെ വൈകിട്ട് ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴും ഒന്ന് ചെടികളെ ഒന്ന് സന്ദർശിച്ച് അവരുടെ സുഖങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം രാവിലെ 11 മണിക്കൊന്നും ഞാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ചാൽ ഈ 11 മണിക്ക് ഒരു വെയിലൊക്കെ വരുന്ന സമയമില്ലേ, ആ സമയത്ത് ഓന്തുകൾ ഈ ഓർക്കിഡിനെ വന്ന് ആക്രമിക്കുന്നുണ്ട്. അതിൻ്റെ പൂവും മൊട്ടും അതുപോലെ തന്നെ തളിർത്ത് ഇതെല്ലാം അത് വെട്ടിക്കളയും. അതുപോലെ തന്നെ വീട്ടിലും ഉള്ളതാണ്. അപ്പോൾ പെസ്റ്റിസൈഡും കൊടുക്കാം. പിന്നെ ഓന്തിനെയൊക്കെ നമുക്ക് തല്ലി തന്നെ കൊന്നു കളയണം. പിന്നെ വൈകിട്ടെന്ന് പറയുമ്പം ഒച്ചിനെ കണ്ടുപിടിച്ച് അതിനെ കൊന്നു കളയാൻ വേണ്ടിയിട്ടാണ് വൈകിട്ട് നോക്കണമെന്ന് പറയുന്നത്. ഈ 2 സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിന് യൂസ്ഫുൾ ആവുള്ളൂ, കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. ഇത് അമ്മയുടെ സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസിൽ, അമ്മ ഓർക്കിഡ് വളർത്തിയ എക്സ്പീരിയൻസിൽ അമ്മയ്ക്ക് കിട്ടിയ അറിവുകളാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മടിക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.